നമ്മളെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാ സഹോദരന്മാർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമുക്ക് സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നമ്മൾ നോക്കിയാൽ നിരാശപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ ഉണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഭയം വരുത്തുവാൻ സാധ്യതയുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിന് നടുവിൽ ഒരു ദൈവ പൈതലിന് ഒരു തീരുമാനമെടുക്കുവാൻ കഴിയും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ജീവിത സാഹചര്യങ്ങളെ, തൻ്റെ ശുശ്രൂഷയുടെ അവസരങ്ങളെ നോക്കിയതിന് ശേഷം തൻ്റെ ഒരു തീരുമാനം നമ്മളോട് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിരാശപ്പെടുകയില്ല എന്നുള്ളതായിരിക്കുന്ന തീരുമാനമാണ്. ഐ കനോട്ട് ലൂസ് ഹാർട്ട്. എനിക്ക് നിരാശപ്പെടുവാനായിട്ട് കഴിയുകയില്ല എന്ന തൻ്റെ തീരുമാനത്തിൻ്റെ പിൻപിൽ തന്നെ അതിന് പ്രചോദനമായി നിൽക്കുന്ന കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പൗലോസ് കൊരിന്ത്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ, 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം. എന്തുകൊണ്ടാണ് താൻ നിരാശപ്പെട്ടു പോകാത്തത് എന്നതിനെ സംബന്ധിച്ചാണ് താൻ ഈ വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നത്. ഞാൻ ആ വാക്യങ്ങളെ വായിക്കാം. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ, അത് പരിഭാഷ ശരിയായില്ല, അധൈര്യപ്പെടുന്നില്ല എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തണം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. എന്നാൽ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കും. മലയാള പരിഭാഷയിൽ ഞാൻ കണ്ട ഒരു പ്രശ്നം, ഇതിൽ 2-3 പ്രശ്നങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, അധൈര്യപ്പെടാതെ എന്ന് പറഞ്ഞ പ്രസ്താവന ഒരു പൂർണ്ണ ക്രിയയാണ്. അപ്പോൾ അതുകൊണ്ട് അധൈര്യപ്പെടുന്നില്ല എന്ന് പരിഭാഷപ്പെടുത്തണം. 2-ാമത്തെ വാക്യത്തിൽ എന്നാൽ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കുണ്ട്, ബട്ട് അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കുണ്ട്, അത് പരിഭാഷപ്പെടുത്തിയില്ല. അതുകൊണ്ട് എന്നാൽ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. പിന്നെ എന്നാൽ എന്നുള്ളത് കൊള്ളാം. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. പിന്നെ അതിനുശേഷം 4-ാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ടെന്നാൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ഫോർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കുണ്ട്. അതിൻ്റെ കാരണം ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, പിന്നെയും ഫോർ എന്ന് പറയുന്നുണ്ട്. 6-ാമത്തെ വാക്യത്തിലും ഫോർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കുണ്ട്. അവിടെ ഈ ആശയങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചിലപ്പോഴും മലയാള പരിഭാഷക്കാർ അവരത്രത്തോളം വ്യക്തമായി പറയുന്നില്ല. ചില വാക്കുകൾ അവർ പരിഭാഷപ്പെടാതെ ഉപേക്ഷിക്കുന്നു എന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അവരങ്ങനെ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ ആ വാക്യങ്ങൾ വായിക്കുകയാണ്. കുറച്ചുകൂടെ മെച്ചമായ പരിഭാഷ ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഞാൻ വായിക്കുന്നു 4-ാമത്തെ അധ്യായം. ഇത് ESV ആണ്, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ. Therefore, having this ministry by the mercy of God, we do not lose heart, but
we have renounced the disgraceful, underhanded ways. We refuse to practice cunning or to tamper with God's word, but by the open statement of the truth, we could commend ourselves to everyone's conscience in the sight of God. And even if our gospel is veiled, it is veiled to those who are perishing. In their case, the God of this world has blinded the minds of the unbelievers to keep them from seeing the light of the gospel of the glory of Christ, who is the image of God. അഞ്ചാമത്തെ വാക്യത്തിൽ, for what we proclaim is not ourselves, but Jesus Christ as Lord, with ourselves as your servants for Jesus' sake. ആറാമത്തെ വാക്യത്തിലും, for God who said, let light shine out of the darkness, has shone in our hearts to give the light of the knowledge of the glory of God in the face of Jesus Christ. അപ്പം ഞാൻ മലയാള പരിഭാഷയിലുള്ളതായിരിക്കുന്ന പരാധീനത എൻ്റെ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. സത്യവേദ പുസ്തകത്തിൻ്റെ പരിഭാഷ പൊതുവെ നല്ല പരിഭാഷയാണ് കേട്ടോ. ഞാൻ അവരെ കുറ്റം പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ അവരുടെ ഒരു പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചത്, ഇങ്ങനെ കണക്റ്റിംഗ് വേർഡ്സ്, ദി പാർട്ടിക്കിൾസ് വിച്ച് കണക്ട് ദ വേരിയസ് ഐഡിയാസ്, സംടൈംസ് ദേ ഡു നോട്ട് ട്രാൻസ്ലേറ്റ് ദം. അതൊരു ബലഹീനതയാണ്, അതൊരു പരാജയമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. ഞങ്ങൾക്ക് നിരാശ വരുന്നില്ല എന്നുള്ളതായിരിക്കുന്ന പ്രസ്താവനയാണ് പൗലോസ് ആദ്യമേ പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രസ്താവനയായിട്ട് ഇങ്ങനെ പറയാം. സുവിശേഷത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് നിരാശപ്പെടുവാൻ കഴിയുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് പൗലോസ് പറയുന്നത്. സുവിശേഷത്തിൽ ആശ്രയിക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യന് അധൈര്യപ്പെടുവാൻ, നിരാശപ്പെടുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതായിരിക്കുന്ന പ്രസ്താവനയാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഒരു വാക്യം തുടങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തുകൊണ്ട് എന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുക. അങ്ങനെയല്ലേ ചോദിക്കുക? അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രസ്താവന നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയേണ്ടതായിരിക്കുന്ന പ്രസ്താവനയാണ്. ഞാൻ ചോദിക്കുന്നു, നിരാശപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയം എങ്ങനെയുണ്ട്? ധൈര്യമായിട്ടാണോ നിൽക്കുന്നത്? നിരാശപ്പെടുവാനുള്ളതായ ഒരുപാട് സാഹചര്യങ്ങൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മളെ നിരാശപ്പെടുത്തുന്നതായിരിക്കുന്ന പല വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. There are challenges in our life which might discourage us. നമുക്ക് നിരാശ വരുവാനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ പൗലോസ് ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ നിരാശപ്പെടുകയില്ല എന്നൊരു തീരുമാനം. ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന അതിന് പുറകിൽ പറഞ്ഞതായിരിക്കുന്ന ഈ ആശയങ്ങളെ വിശദീകരിക്കുന്നതായിരിക്കുന്ന ഒരു പ്രസ്താവന ആയിരിക്കുന്നത് പോലെ തന്നെ താൻ പറയുന്ന കരുണ ലഭിച്ചിട്ട് എന്ന് പറയുന്ന ആ പ്രസ്താവനയോടും അതിനൊരു ബന്ധമുണ്ട്. അപ്പം ഇറ്റ് ഗോസ് ഇൻ 2 directions. അപ്പം ആ പ്രസ്താവന 2 ദിശയിലേക്ക് പോകുന്നതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞതിന് മുൻപിൽ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ നിമിത്തം എന്ന് പറയുന്നത് പോലെ തന്നെ കരുണ ലഭിച്ചിട്ടാണ് ഈ ശുശ്രൂഷ കിട്ടിയത് എന്നുള്ളതും താൻ നിരാശപ്പെടാതിരിക്കാനുള്ള കാരണമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. അപ്പം അതിന് മുൻപിൽ സുവിശേഷത്തെ സംബന്ധിച്ച് ലജ്ജിക്കാതിരിക്കുവാൻ, അതിനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നിരാശപ്പെടാതിരിക്കാനുള്ളതായിരിക്കുന്ന തന്നെ നിർബന്ധിക്കുന്നതായിരിക്കുന്ന കാരണം എന്താണ്? അപ്പം അതിന് മുൻപിൽ അപ്പോസ്തലനായ പൗലോസ് 3 കാരണങ്ങൾ നമ്മളോട് പറഞ്ഞു. സുവിശേഷത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, സുവിശേഷത്തിൻ്റെ തേജസ് മോശയുടെ മുഖത്ത് വെളിപ്പെട്ടതായിരിക്കുന്ന തേജസ് പോലെയുള്ളൊരു തേജസ് അല്ല, പിന്നെയോ അത് അപാരമായ വർദ്ധിച്ചു വരുന്നതായിരിക്കുന്ന, ഒരിക്കലും മങ്ങിപ്പോകാത്തതായിരിക്കുന്ന ഒരു തേജസ്സാണ് എന്ന് പൗലോസ് നമ്മളോട് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, സുവിശേഷത്തിന്റെ ധൈര്യം എന്ന് പറയുന്നത്, സുവിശേഷം സ്വീകരിക്കുന്ന ഒരാളിന് ഇനി മൂടുപടമിടുവാൻ ആവശ്യമില്ലാതെ വണ്ണം ദൈവത്തിന്റെ മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും നിൽക്കുവാനുള്ളതായിരിക്കുന്ന നിലപാട് സ്വർഗത്തിലെ ദൈവം അവന് നൽകുന്നു എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല എന്ന് താൻ പറയും. മൂന്നാമത് താൻ പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷം എന്ന് പറയുന്ന മനുഷ്യനെ ആഴമായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ സന്ദേശമാണ്, ദൈവത്തിന്റെ ക്രമീകരണമാണ്.
അതുകൊണ്ട് ഞങ്ങൾക്ക് അധൈര്യപ്പെടുവാൻ, നിരാശപ്പെടുവാൻ കഴിയുകയില്ല എന്ന് താൻ പറയും. അതിനോട് ചേർത്ത് പറയും, ഈ മഹാഭാഗ്യത്തിലേക്ക് ഞങ്ങൾ വന്നു ചേർന്നത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് എന്നുള്ളതായിരിക്കുന്ന ബോധ്യം എനിക്കുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യവും അപ്പോസ്തലനായ പൗലോസ് പറയും. സുവിശേഷത്തെ സംബന്ധിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് നിരാശപ്പെടുവാൻ കാരണമില്ല എന്നുള്ളതാണ് ആദ്യമേ തന്നെ പൗലോസ് നമ്മളോട് പറയുന്ന കാര്യം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറയാം, സുവിശേഷം സ്വീകരിച്ചതായിരിക്കുന്ന ദൈവത്തോടുള്ള നിത്യമായ ബന്ധത്തിലേക്ക് കടന്നു വന്നതായിരിക്കുന്ന, സുവിശേഷത്തിലൂടെ ദൈവമക്കളാക്കി ദൈവം നമ്മളെ തീർത്തിരിക്കുന്ന ആ അത്ഭുതകരമായ അനുഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയാ നിരാശപ്പെട്ടു പോകാനായിട്ട് സാധിക്കുന്നത്? എന്നാൽ സുവിശേഷത്തോടുള്ള പ്രതികരണവും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ആ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വരുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ഓർക്കുമ്പോൾ ഒരു പക്ഷേ നിരാശപ്പെടാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് പൗലോസ് നിഷേധിക്കുന്നില്ല. എന്നാൽ നിരന്തരമായിട്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അതിനപ്പുറത്തായിട്ട് സുവിശേഷത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളൊരു തീരുമാനമാണ് അപ്പോസ്തലനായ പൗലോസ് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ധൈര്യപ്പെടണമെങ്കിൽ സുവിശേഷത്തിലേക്കുള്ളതായിരിക്കുന്ന ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഞാൻ ഏറ്റുപറയുകയാണ്. സുവിശേഷം ഇത്രത്തോളം നമുക്ക് ധൈര്യം പകരുന്ന, സുവിശേഷത്തിൻ്റെ ധൈര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 3-ാമത്തെ അധ്യായത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇനിയും ആവർത്തിക്കണം. അതാണ് സുവിശേഷത്തിൻ്റെ ധൈര്യമായിട്ട് പറയുന്നത്. സുവിശേഷം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, നമുക്ക് യാതൊരു വിധമായിരിക്കുന്ന മൂടുപടങ്ങളും ആവശ്യമില്ലാതെ ദൈവത്തിന് മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ ധൈര്യപ്പെടുത്തുന്നതായിരിക്കുന്ന ദൈവിക ക്രമീകരണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഇനി അതിനെ സംബന്ധിച്ച് ഇനി എന്താ ചെയ്യേണ്ടത്? സുവിശേഷം ഇത്രമാത്രം വിലയേറിയ, താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വന്നാൽ നമുക്ക് മനസ്സിലാകും. സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പ്രസ്താവനയുണ്ട്, ഞങ്ങൾക്ക് ഈ നിക്ഷേപം മൺപാത്രങ്ങളിലാണുള്ളത് എന്ന് അദ്ദേഹം പറയും. The treasure that God has given to us is the gospel. ദൈവം നമുക്ക് തന്നതായിരിക്കുന്ന നിക്ഷേപം എന്ന് പറയുന്നത് സുവിശേഷമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വിലയേറിയ കാര്യം എന്ന് പറയുന്നത് സുവിശേഷമാണ്. അപ്പം ഇത്രയും വിലയേറിയ ഒരു സന്ദേശം, ഒരു യാഥാർത്ഥ്യം, ഒരു ക്രമീകരണം നമ്മളെ ഏൽപ്പിച്ചതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയും, താൻ 2 കാര്യങ്ങൾ സുവിശേഷത്തിൻ്റെ ഈ മൂല്യം മനസ്സിലാക്കിയത് കൊണ്ട് താൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് 2-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത്. സുവിശേഷം ഇത്രത്തോളം മൂല്യമുള്ള, തന്നെ ഒരിക്കലും അധൈര്യപ്പെടുത്തുവാൻ അനുവദിക്കാത്ത, എല്ലായ്പ്പോഴും ധൈര്യത്തോടെ നിൽക്കുവാൻ തന്നെ പ്രാപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ക്രമീകരണമാണ് എന്നുള്ളത് കൊണ്ട് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ താൻ 2 കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ആ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കുന്ന ഭാഷയിൽ ഞാൻ പറയാം. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഇതല്പം വിശദീകരണത്തോടു കൂടെ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പം ഞാൻ ആദ്യമേ അതിൻ്റെ പ്രസ്താവന പറയാം, പിന്നെ അത് ഞാൻ നിങ്ങളെ വിശദീകരിച്ച് ആ പ്രസ്താവന അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങളെയും ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിൻ്റെ പ്രഘോഷണവും സുവിശേഷവും നിർമ്മലമായി നിലനിർത്തുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് പൗലോസ് പറയുന്നത്. സുവിശേഷം എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം, അല്ലെ പറയാം സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ സുവിശേഷ വേല, അത് നിർമ്മലമായി നിലനിർത്തുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. 2, അദ്ദേഹം പറയും സുവിശേഷത്തിൻ്റെ സന്ദേശം യാതൊരു മായവും ഇല്ലാതെ നിലനിർത്തുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. അല്ലെങ്കിൽ പറയാം സുവിശേഷത്തിൻ്റെ ഘോഷണവും സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിലുള്ളതായിരിക്കുന്ന ആ സന്ദേശവും ഒരുപോലെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, വളരെ വിലയേറിയ ഒരു ഡയമണ്ട്, എനിക്ക് പരിചയമുള്ള ഒരു ഡയമണ്ട് 2 ലക്ഷം രൂപ വിലയുള്ളതാണ് എന്ന് ഒരാളിനോട് പറഞ്ഞു. അദ്ദേഹം ഡയമണ്ട് മാലയിൽ ഒരു ഡയമണ്ട് വെച്ചു, അതിന് 2 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പം 2 ലക്ഷം എന്ന് പറഞ്ഞാൽ വില കൂടിയ ഡയമണ്ടൊന്നും അല്ല, ലക്ഷം രൂപ വിലയുള്ളതായിരിക്കുന്ന ഡയമണ്ടുകളുണ്ട്. അത് ഒരു ഡയമണ്ട് നിങ്ങൾക്ക് തന്നാൽ സഹോദരിമാരോട് ചോദിക്കണം, സഹോദരന്മാരാന്നേൽ പലയിടത്തും വച്ചേച്ച് മറന്നു പോകുന്ന എനിക്കറിയത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യും? അത് അങ്ങോട്ട് അല്ലേ, അങ്ങോട്ട് ഇട്ടേച്ച്
ബെഡ്റൂമിലോട്ട് ചെന്നപ്പോൾ അതിൻ്റെ ആ മേശപ്പുറത്തോട്ട് ഇട്ടേച്ച് നിങ്ങൾ അടുക്കളയിലേക്ക് പോകും. അങ്ങനെ ചെയ്യുക? അങ്ങനെ ചെയ്യില്ല. ഞാൻ വിചാരിക്കുന്നു ഈ ഡയമണ്ട് നിങ്ങൾ എടുത്ത് പൊതിഞ്ഞ് പിന്നെ അതൊരു ചെറിയ ഒരു ബോക്സിനകത്തിട്ട് പിന്നെ ആ ബോക്സ് പിന്നെ വേറൊരു ബോക്സിനകത്തിട്ട് പിന്നെ അത് വേറെ ഒരു ബോക്സിലിട്ട് ആരും കാണാനും ആരും എടുക്കാനും യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന ഒരു വലിയ ഗൂഢമായ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച് അത് പൂട്ടിവെച്ച് ആ താക്കോല് നമ്മൾ എവിടെയാ വയ്ക്കുക? ബാഗിനകത്തോ അല്ലെങ്കിൽ പണ്ടത്തെ കാര്യം പറയാന്നെങ്കിൽ നമ്മുടെ ഈ ഇതിന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് കെട്ടിയിട്ട് കൊണ്ടു നടക്കേ ഉള്ളൂ. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ they know the value of that diamond. അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ഈ ആഭരണത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ മൂല്യം അവർക്കറിയാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു I know the value of the gospel. സുവിശേഷത്തിന്റെ മൂല്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് അതിനോടുള്ള സമീപനം എന്ന് പറയുന്നത് അത്രയും ഗൗരവമായ ഏറ്റവും കൃത്യമായ ഒരു സമീപനമാണ് സുവിശേഷത്തോട് സ്വീകരിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, പൊതുവെ സുവിശേഷത്തോടുള്ള സമീപനം എങ്ങനെയാ? എത്ര ലാഘവമായിട്ടാണ് മനുഷ്യര് ദൈവത്തിന്റെ സുവിശേഷം കൈകാര്യം ചെയ്യുന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ അതുകൊണ്ട് ചെയ്യുന്ന കാര്യം ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ അപ്പൊ ലജ്ജാകരമായ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന്റെ ഒരു വിശദീകരണമാണ് ഈ ഉപായം പ്രയോഗിക്കുക, ദൈവവചനത്തിൽ കൂട്ടുചേർക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന രണ്ട് വാക്കുകൾ. ലജ്ജാകരമായ രഹസ്യം, ലജ്ജാകരമായ രഹസ്യം ദൈവവചനമായിരിക്കുന്ന അല്ലെങ്കിൽ സുവിശേഷത്തോട് നമ്മൾ കാണിക്കുന്ന അനാദരവ്, അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ നാം വരുത്തുന്നതായിരിക്കുന്ന വീഴ്ച, അതിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കുന്ന ശ്രദ്ധയില്ലായ്മ എന്ന് പറയുന്നത് ലജ്ജാകരമായ ഒരു കാര്യമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയാനുള്ളത്. വിലയേറിയ ഒരു കാര്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താ? നമുക്കൊരു അറപ്പാണ് തോന്നുക, അല്ലേ? ഒരു ഭയമാണ് തോന്നുക. എങ്ങനെ, how dare he handle this with such carelessness? എങ്ങനെയാണ് ഇത് ഇത്രത്തോളം ലാഘവമായിട്ട്, സഹോദരൻ നമ്മുടെ റോയ്പോൾ സഹോദരൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് വളരെ നോർമലായിട്ട് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം നമ്മളോട് ചോദിക്കും. ലജ്ജാകരമായ രഹസ്യം, അതെന്താണ് ലജ്ജാകരമായ രഹസ്യം? ഒന്നാമത്തെ അതിന്റെ ലജ്ജാകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉപായം പ്രയോഗിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. ഉപായം പ്രയോഗിക്കുക. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ഇന്നത്തെ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു വലിയ തന്ത്രത്തിന്റെ കളിയാണ് കേട്ടോ. ലോകത്തിലുള്ളതായിരിക്കുന്ന സുവിശേഷ പ്രവർത്തനം പൊതുവെ പറയുകയാണ് എങ്കിൽ അത് തന്ത്രവും മനുഷ്യരെ കളിപ്പിക്കാനുള്ളതായിരിക്കുന്ന വേലയിറക്കുകളും ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ളതായിരിക്കുന്ന ഒരു വലിയ വ്യവസായമാണ്. നമ്മുടെ പഴയ മരിച്ചുപോയ കൃഷ്ണൻകുട്ടി സഹോദരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കരിമ്പ് കൃഷിയേക്കാളും ലാഭം എന്ന് പറയുന്നത് കുരിശ് കൃഷിയാ. കരിമ്പ് കൃഷിയേക്കാളും ലാഭം എന്ന് പറയുന്നത് കുരിശ് കൃഷിയാ. മനുഷ്യനെന്നും മനുഷ്യരെ വഞ്ചിക്കുവാൻ, അവരെ വരുതിയിൽ നിർത്തുവാൻ, അവരെ പ്രലോഭിപ്പിക്കുവാനായിട്ടുള്ള ഒരുപാട് തന്ത്രങ്ങളാണ് സുവിശേഷ വേല എന്നുള്ള നിലയിൽ ഇന്ന് ലോകത്തിൽ കാട്ടിക്കൂട്ടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആളുകൾ തിങ്ങിക്കൂടുന്നതായിരിക്കുന്ന സമൂഹങ്ങളിൽ ആളുകൾ കേൾക്കുന്ന സന്ദേശം എന്താ? ഞാൻ പറയാം, അവരുടെ കടം വീടും, അവർക്ക് വീട് കിട്ടും, ജോലി വാങ്ങിക്കൊടുക്കും, പിന്നെ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും, പുതിയ കാറ് വാങ്ങിക്കാൻ സാധിക്കും, രോഗങ്ങളിൽ അത് മാറിക്കിട്ടും എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന പരസ്യങ്ങളാണ് ഇന്ന് ആളുകളെ കൂട്ടുന്നതായിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. എത്ര പേർക്ക് കാറ് വാങ്ങിക്കാൻ പറ്റി? അത് കൂട്ടിയ ആളുകൾ കാറ് വാങ്ങിച്ചു എന്നുള്ളത് ശരിയായ കേട്ടോ. ഒരാൾ ഉടനടി എന്ന വലിയ അനുഗ്രഹത്തിന് മാരിയാന്ന് പറഞ്ഞു. അനുഗ്രഹത്തിന് മാരിയാന്ന് പറഞ്ഞത് സ്ഥലത്തെക്കുറിച്ച് ഈ വന്നയാൾ ചോദിച്ചു, ആർക്കാ മാരിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സംഘാടകർക്കാ മാരി, അല്ലാതെ വന്ന ആളുകൾക്കല്ല മാരി എന്ന് പറഞ്ഞു. ഇതെല്ലാം ഒരു തട്ടിപ്പാണ്, ഇത് തന്ത്രമാണ്, മനുഷ്യരെ വഞ്ചിക്കുവാനുള്ളതായിരിക്കുന്ന മാർഗമായിട്ട് ഇത് സുവിശേഷ പ്രവർത്തനങ്ങൾ തീർന്നിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്.
പൗലോസ് പറഞ്ഞു മനുഷ്യരെ വശീകരിക്കുവാൻ, അവരെ സ്വാധീനിക്കുവാൻ, അവരെ ആകർഷിക്കുവാനുള്ളതായിരിക്കുന്ന യാതൊരു തന്ത്രവും പ്രയോഗിക്കരുത് എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ലജ്ജാകരമായ രഹസ്യങ്ങളെ ഉപേക്ഷിച്ച് യാതൊരു ഉപായവും പ്രയോഗിക്കാതെ. ചിലർ പറയും സഭ വർദ്ധിക്കണമെങ്കിൽ കുറച്ച് വേലയിറക്കമൊക്കെ കൈ വേണമെന്ന് പറയാം. സഭയിൽ ആളുകൾ കൂടണമെങ്കിൽ നമ്മൾ ചില വേലയിറക്കലും തന്ത്രങ്ങളും അതിൻ്റെതായിരിക്കുന്ന പരിപാടികളും ഒക്കെ ആവിഷ്കരിച്ചെങ്കിലേ ആളുകളെ കൂട്ടാൻ സാധിക്കുകയുള്ളൂ. പൗലോസ് പറഞ്ഞു യാതൊരു ഉപായവും യാതൊരു തന്ത്രവും മനുഷ്യനെ വശീകരിക്കുവാനുള്ളതായിരിക്കുന്ന യാതൊരു അസത്യവും പറയുവാനായിട്ട് താൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് തൻ്റെ സുവിശേഷ വേലയെ സംബന്ധിച്ചുള്ള തൻ്റെ തീരുമാനമാണ്. അതിനെക്കുറിച്ച് ദൈവദാസൻ പറഞ്ഞതുപോലെ നമ്മളുടെ വേലയെക്കുറിച്ച് അങ്ങനെ പറയാൻ സാധിച്ചാൽ അതൊരു അപാരമായ വിജയമാണ് എന്ന് എസ് ലൂയിസ് ജോൺസൺ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഐ ഹാവ് യൂസ്ഡ് നോ ട്രിക്സ് ഇൻ ഓർഡർ ടു അട്രാക്ട് എനിബഡി. ആരെയും ആകർഷിക്കുവാനായിട്ട് ഒരു തന്ത്രവും ഞാൻ പ്രയോഗിച്ചിട്ടില്ല എന്നൊരു പ്രസംഗകൻ പറയുവാൻ കഴിയുന്നുവെങ്കിൽ അതൊരു വിജയമാണ്. ഐ ഡോണ്ട് ഹാവ് എനി ഗിമിക്സ് that might attract people. മനുഷ്യരെ സ്വാധീനിക്കുവാൻ, അവരെ വശീകരിക്കുവാൻ, അവർക്ക് താല്പര്യം ജനിപ്പിക്കുവാൻ ആ നിലയിലുള്ളതായിരിക്കുന്ന തന്ത്രമൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല എന്നുള്ളതാണ് ആദ്യമേ പൗലോസ് പറയുന്ന കാര്യം. രണ്ടാമത് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ. ദൈവവചനത്തിൽ കൂട്ടുചേർക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന മാലിന്യം ചേർക്കുക, അതില് വെള്ളം ചേർക്കുക, അതില് മായം ചേർക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ അടുത്ത വാക്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ താൻ ഇതിനെക്കുറിച്ച് പറയും, ദൈവത്തിന്റെ വചനമായിരിക്കുന്ന നിലയിൽ തന്നെ പ്രസംഗിക്കുവാനുള്ളതായിരിക്കുന്ന ബാധ്യത പ്രസംഗകന്മാർക്കുണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. അതിൽ കൂട്ടുചേർക്കുവാൻ, വെള്ളം ചേർക്കുവാൻ, അതിനെ വളച്ചൊടിക്കുവാനുള്ളതായിരിക്കുന്ന യാതൊരു ന്യായവും അനുവാദവും ദൈവം കൊടുത്തിട്ടില്ല. ഞാൻ ഇന്നലെ ഈ വേദഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഒരു വാക്യത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ നമുക്ക് പറയാൻ അനുവാദം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യം പറയാൻ കേട്ടോ. പക്ഷേങ്കിൽ നമ്മളുടെ ചോദ്യം അതല്ല, ഈ എഴുത്തുകാരൻ പറയുന്നത് എന്താണ് എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നതാണ്. എനിക്കിതിൽ നിന്നും ഇഷ്ടമുള്ള കാര്യം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുകയല്ല. അതിനെ നമ്മൾ ഐസിജീസസ് എന്നാ പറയുന്നത്. ദൈവത്തിന്റെ വചനത്തോട് ഒന്നും കൂട്ടുചേർക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ കൂട്ടുചേർക്കുന്നതായിരിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ പൊതുവെ പറയാം. അവരെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന ചില വാക്യങ്ങൾ മാത്രം തെരഞ്ഞു പിടിക്കും. അത് മാത്രമേ അവർ പറയുകയുള്ളൂ. അതിനപ്പുറത്തായിട്ട് അതിനെ ഒരു കൃത്യതയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ എല്ലാ ആലോചനകളും. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടല്ലോ, എന്താ പറഞ്ഞേ? പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ ദൈവത്തിന്റെ വചനത്തെ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലും സംയോജിപ്പിച്ച് ആ നിലയിൽ സത്യം പ്രസംഗിക്കുവാനായിട്ടാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ളതായിരിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ ആശയങ്ങൾ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ കേട്ടോ. രോഗം വന്നാൽ ചികിത്സ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ. ഹോബർട്ട് ഫ്രീമാൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു പ്രസംഗനുണ്ടായിരുന്നു, ഡോക്ടർ ഹോബർട്ട് ഫ്രീമാൻ. അദ്ദേഹം ഒരു പഴയ നിയമത്തിലെ ഒരു പണ്ഡിതനൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ പള്ളി അദ്ദേഹം തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് രോഗം വന്നാൽ മാനുഷികമായിരിക്കുന്ന ചികിത്സ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആശയം. അങ്ങനെ പറയാനുള്ളൂ. ഒന്ന് രണ്ട് വാക്യമൊക്കെ അവിടെ നിന്ന് ഇവിടെ നോക്കി എടുത്ത് പറയാൻ പറ്റും. 90 ആളുകൾ അവരുടെ പള്ളിയിൽ അകാല ചരമം അടഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ പേരിൽ. 90 മനുഷ്യർ മരിച്ചു. ഇവിടെ കല്ലുമല കുഞ്ഞുമസാർ എന്നും പറഞ്ഞൊരു വിദഗ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതലായിരിക്കുന്ന സംഖ്യയൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാൽ അനേകം ആളുകൾ അവര് സമയത്തിന് മുന്നമേ മരിച്ച ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ പേരിൽ. അവസാനം അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് രക്ഷപ്പെട്ടില്ല, വേറെ കാര്യം. ഏതായാലും പുള്ളി അവസാനം അവരെല്ലാം അങ്ങോട്ട് കെട്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോകാതെ മരണം അനുഭവിച്ചതായിരിക്കുന്ന ആളുകൾ വളരെയാണ്. അതിൻ്റെ സംഖ്യ ഒന്നും എക്സാക്റ്റ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ടൊന്നുമില്ല. അവർക്കും പറയാനായിട്ട് ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം.
അവൻ നമ്മുടെ രോഗങ്ങളെ ചുമന്നു, അവൻ നമ്മുടെ രോഗങ്ങളെ ചുമന്നു എന്നൊക്കെ പറയുന്നതായിരിക്കും. 1-2 വാക്യങ്ങൾ എടുത്തതിന് ശേഷം വിശ്വസിച്ചാൽ രോഗശാന്തി എല്ലായ്പ്പോഴും ഉണ്ടാകും, അതുകൊണ്ട് ലോകത്തിലുള്ളതായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന ചികിത്സാ രീതികളൊന്നും വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അഭിവൃദ്ധിയുടെ സുവിശേഷം പറയുന്ന ആളുകൾ, അവർക്കെല്ലാം അഭിവൃദ്ധിയാണ്. ലോകത്തിൽ കഷ്ടത സഹിക്കുവാനോ ദാരിദ്ര്യം അനുഭവിക്കുവാനോ യാതൊരു കാരണവുമില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലായ്പ്പോഴും സമ്പത്താണ് എന്ന് പറയുന്നതായിരിക്കുന്ന ആശയം. അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് സമ്പത്തിന് സുവിശേഷം പറയുന്ന പ്രസ്ഥാനമാണ്. കാശ് ഇഷ്ടം പോലെ കിട്ടുമെങ്കിൽ തമ്പുരാൻ ഇവിടെ വരാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവും അപ്പസ്തലന്മാരും ഒക്കെ ദരിദ്രന്മാരായിരുന്നു, അല്ലേ? അതെങ്ങനെയാ അവർക്ക് വിശദീകരിക്കാനാണ് സാധിക്കുക? ആകാശത്തിലെ പറവകൾക്ക് കൂടും, കുറുനരികൾക്ക് കുഴിയുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് കർത്താവ് തന്നെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? താൻ സമ്പന്നനായി ജീവിക്കുവാനാണോ ഈ ലോകത്തിലേക്ക് വന്നത്? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ സമ്പന്നന്മാരായി തീരാൻ ഭൗതിക സമ്പത്തല്ല കേട്ടോ. ഭൗതിക സമ്പത്ത് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, അത് എതിരൊന്നുമല്ല. എന്നാൽ നമ്മളെ സമ്പന്നരാക്കാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ദരിദ്രനായി തീർന്ന ദൈവത്തിന്റെ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയാം, വചനത്തെ വളച്ചൊടിക്കുവാൻ, അതിനോട് മായം ചേർക്കുവാൻ, സുവിശേഷത്തെ തള്ളിക്കളയുവാനുള്ളതായിരിക്കുന്ന പരീക്ഷ നമുക്കെല്ലാവർക്കുമുണ്ട്. സുവിശേഷത്തെക്കാളും ആദ്യ കേൾവിയിൽ ആകർഷിക്കുന്നതുമായി തോന്നുന്ന ഒരുപാട് സന്ദേശങ്ങൾ ലോകത്തിലുണ്ട്. സുവിശേഷം കേൾക്കുന്നതിനേക്കാളും രസകരമായി തോന്നുന്ന അനേക സന്ദേശങ്ങൾ ലോകത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് മനുഷ്യരെ കൂട്ടാനായിട്ട് നമ്മളെന്ത് പറയണം? സുവിശേഷം പറഞ്ഞാൽ ആരാ വരുന്നതെന്ന്. ഞങ്ങളുടെ ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, സുവിശേഷ യോഗമെന്നും പറഞ്ഞ് നിങ്ങൾ യോഗമൊന്നും നടത്തരുത്, ആരും കേൾക്കാൻ വരൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം? രോഗശാന്തി ശുശ്രൂഷയൊന്നും കൂടെ എഴുതാൻ, അതും കൂടെ എഴുതാമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്ത് മാതിരി ഇരിക്കട്ടെ സഹോദര, സുവിശേഷ പ്രസംഗവും താഴെ സുവിശേഷ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം രോഗശാന്തി ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. താഴത്തേത് കണ്ട ആൾക്കാർ വരുന്നത്, മേളത്തേത് കണ്ട വരുന്ന ആളുകൾ വളരെ കുറവാണ്. സുവിശേഷത്തിനുള്ളതായിരിക്കുന്ന പൊതുവെ ഉള്ളതായിരിക്കുന്ന സ്വീകരണവും അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്ന കാര്യത്തിലുമൊക്കെ ആളുകൾ ഒരുപാട് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്. ദൈവവചനത്തിൽ കൂട്ടുചേർക്കരുത്, ദൈവത്തിന്റെ വചനത്തിൽ ഒന്നും കൂട്ടുചേർക്കരുത്, അതിൽ മായം ചേർക്കരുത്, അതിൽ മാലിന്യം ചേർക്കാനായിട്ട് പാടില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ ആ വിഷയത്തിൽ നിന്ന് മുൻപോട്ട് പോകാം. പാല് അപകടകരമായി തീരാനായിട്ട് എത്ര വിഷം അതിനകത്ത് ചേർക്കണം? 1 ഗ്ലാസ് പാല്, അതിൽ എത്ര വിഷം ചേർക്കണം ആളുകൾ മരിക്കാനായിട്ട്? വിഷത്തിന്റെ ശക്തി അനുസരിച്ചിരിക്കും. എങ്കിലും ഞാൻ 1-2 തുള്ളി മതി, അല്ലേ? കൂടത്തായി സഹോദരിയോട് ചോദിക്കാം, അല്ലേ, എത്ര വേണം? സൈനൈഡ് ആദ്യം ഒരു അല്പം മതി, അത്രയും ചേർത്ത് കഴിഞ്ഞാൽ ആള് പോകും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സുവിശേഷത്തിൽ എന്തെങ്കിലും മായം ചേർത്താൽ അത് സുവിശേഷം അല്ലാതെ ആയിത്തീരും, അത് മാരകമായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞത്, അത് വേറൊരു സുവിശേഷമാണ്, മനുഷ്യനെ രക്ഷിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന സുവിശേഷമല്ല. അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം സത്യസുവിശേഷമാണ് എന്ന് ഉറപ്പുവരുത്തണം. പൗലോസ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ ഒരു ഉപായവും പ്രയോഗിക്കുകയില്ല, ഒരു തന്ത്രവും പ്രയോഗിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല, ദൈവത്തിന്റെ വചനത്തോട് ഒന്നും കൂട്ടിച്ചേർക്കാനും തീരുമാനിച്ചിട്ടില്ല. എത്ര മനോഹരമായിരിക്കുന്ന ഒരു തീരുമാനമാണ് സുവിശേഷ വേലയെ സംബന്ധിച്ച് ഉള്ളതായിരിക്കും. നോ ഗിമിക്സ്, യാതൊരു തന്ത്രങ്ങളും വേലകളും വേലയിറക്കുകളും ഇതിനകത്തില്ല. ഒരു പാട്ടുണ്ട് കേട്ടോ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ച് ചെയ്യും ക്രിയകൾ. എൻ്റെ പൊന്നെ, എന്തോ വേലകളും ക്രിയകളുമാണ് കർത്താവിൻ്റെ പേരിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. പൗലോസ് പറഞ്ഞു, ഈ വേലയ്ക്കും ക്രിയയ്ക്കും ഒന്നും ഞാൻ ഏതായാലും തീരുമാനിച്ചിട്ടില്ല, ഒരു ഉപായവും പ്രയോഗിക്കുവാൻ തീരുമാനിച്ചിട്ടില്ല. സത്യവചനത്തിന്റെ സുവിശേഷത്തിന്റെ ആകർഷണമല്ലാതെ മറ്റൊന്നിൻ്റെയും ആകർഷണത്തെ കുറിച്ച് പറയുവാനും എനിക്കില്ല. അവിടെ ദൈവവചനത്തോട് കൂട്ടുചേർക്കുകയില്ല, യാതൊരു തന്ത്രവും പ്രയോഗിക്കുകയില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പൗലോസ് ചെയ്യുന്നതായിരിക്കുന്ന തീരുമാനം. സുവിശേഷ പ്രഘോഷണത്തിന് നിർമ്മലത എന്നതിനെ കുറിച്ച് പറയാം.
സുവിശേഷ പ്രഘോഷണത്തിൽ വേലകളും വേലയിറക്കുകളും തന്ത്രങ്ങളും ഉപായങ്ങളും ഒന്നും പ്രയോഗിക്കയില്ല എന്നുള്ളതായിരിക്കുന്ന തീരുമാനം. അതാണ് തൻ്റെ ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ആ സത്യം വെളിപ്പെടുത്തുക എന്ന് പറയുന്ന ആ വാക്ക് ഉള്ളത് പറഞ്ഞാൽ 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് കടമെടുത്തതായിരിക്കുന്ന ഒരു വാക്കാണ്. മോശയുടെ മുഖത്ത് തേജസ് വെളിപ്പെട്ടു, മോശയുടെ മുഖം പ്രകാശിച്ചു എന്ന് പറയുന്നത് പോലെ ഉള്ളതായിരിക്കുന്ന ഒരു പ്രയോഗമാണത്. സത്യം വെളിപ്പെടുത്തുക, റിവീലിംഗ് ദ ട്രൂത്ത് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം അതായിരിക്കുന്ന നിലയിൽ തന്നെ വെളിപ്പെടുത്തുക. അതാണ് സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ സത്യമായിരിക്കുന്ന ദൈവവേലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതാണ്. വി എക്സ്പോസ്, വി exegete the word of God correctly. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത് പോലെയാണ് എങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാകുന്നു. വി മാനിഫെസ്റ്റ്, വി കമന്റ്. 3-ാമത്തെ അധ്യായത്തിന് 6 അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ആരുടെയും ശുപാർശക്കത്ത് ആരോടും ചോദിക്കുന്നില്ല, ആർക്കും എഴുതി കൊടുക്കാനോട് തീരുമാനിച്ചിട്ടുമില്ല. ഞങ്ങളുടെ ശുപാർശക്കത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ സുവിശേഷവും ആ സുവിശേഷം വരുത്തുന്നതായിരിക്കുന്ന രൂപാന്തരവുമാണ് എന്ന് 3-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ ശുപാർശക്കത്ത്, ഞങ്ങളുടെ കമന്റേഷൻ എന്ന് പറയുന്നത് സുവിശേഷവും ആ സുവിശേഷം വരുത്തുന്നതായിരിക്കുന്ന രൂപാന്തരവുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ സുവിശേഷം സത്യസന്ധമായിട്ട് ഞങ്ങൾ വെളിപ്പെടുത്തുന്നു. മനസാക്ഷി ഉള്ളതായിരിക്കുന്ന സകല മനുഷ്യരുടെയും മുൻപിൽ ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്നവർക്ക് ബോധ്യപ്പെടുമാറ് ദൈവവചനത്തിന് സത്യത്തെ അതായിരിക്കുന്ന നിലയിൽ പ്രഘോഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു പുട്ട് എനി വെയിൽ, ഒരു മൂടുപടവും അതിൻ്റെ മേൽ ഇടാതെ ആ മൂടുപടം എല്ലാം വലിച്ചു കീറിയിട്ട് ദൈവത്തിൻ്റെ സുവിശേഷം എങ്ങനെ ആയിരിക്കുന്നുവോ അങ്ങനെ തന്നെ അതിനെ പ്രദർശിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന തീരുമാനമാണ് പൗലോസിന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, മനുഷ്യരെ രക്ഷിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് സത്യസന്ധമായ രീതിയിൽ മനുഷ്യരുടെ മുൻപിൽ വിവരിച്ചു കൊടുക്കുന്നതാണ്. അതിൽ മായം ചേർക്കാതിരിക്കുന്നതാണ്, അതിൽ കാപട്യമൊന്നും ചേർക്കാതിരിക്കുന്നതാണ്. അതാണ് സുവിശേഷത്തിന് നിർമ്മലത എന്ന് പറയുന്നതാണ്. We add nothing to the gospel. We don't take anything away from the gospel. We expose the gospel. സുവിശേഷത്തെ പ്രദർശിപ്പിക്കുക, വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ധർമ്മം. അല്ലെങ്കിൽ പറയാം, സുവിശേഷം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് ബോധ്യം വരുമാറ് അത്രയും വ്യക്തമായിട്ടാണ് സുവിശേഷം പറയുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ അത് നമ്മളുടെ ഒരു തീരുമാനമായിരിക്കണം കേട്ടോ. കേൾക്കുന്ന ആളുകൾക്ക് സത്യസന്ധമായി സുവിശേഷം മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ അതിനെ വിശദീകരിക്കുവാൻ, വെളിപ്പെടുത്തുവാനുള്ളതായിരിക്കുന്ന കടപ്പാട് നമുക്കുണ്ട്. നമ്മുടെ സുവിശേഷം ആളുകൾ കേൾക്കുമ്പോൾ അവർക്ക് ബോധ്യമാകണം. അവരുടെ മനസാക്ഷിയുടെ മുൻപിൽ ഈ സുവിശേഷം സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുമാറ് വ്യക്തതയോടുകൂടെ, അതിൽ യാതൊരു കാപട്യവുമില്ലാതെ, നല്ല ഉദ്ദേശത്തോടുകൂടെ, സത്യസന്ധമായ രീതിയിൽ അത് പറയാനാണ് താൻ തീരുമാനിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ വേലയുടെ ധൈര്യം എന്താണ്? നമ്മൾ നിരാശപ്പെടാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന സുവിശേഷം സത്യസന്ധമായിട്ട് യാതൊരു മറ്റുദ്ദേശങ്ങളും കൂടാതെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ധൈര്യം എന്ന് പറയുന്നത്. That is the confidence of our ministry. നമ്മുടെ വേലയുടെ ധൈര്യം എന്ന് പറയുന്നതാണ്. നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന സുവിശേഷം മറ്റ് യാതൊരു ഉദ്ദേശങ്ങളും കൂടാതെ മനുഷ്യർ വിശ്വസിക്കണം എന്നുള്ളതായിരിക്കുന്ന ആ ആഗ്രഹത്തോടുകൂടെ സത്യസന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ശുശ്രൂഷയുടെ ധൈര്യം എന്ന് പറയുന്നത്. സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ ബോധ്യമാക്കുന്നു. അതെന്താന്ന് ചോദിച്ചാൽ, സത്യം വെളിപ്പെടുത്തുന്നു, മായം ചേർക്കാതെ, ഉദ്ദേശങ്ങൾ ഒന്നും കാപട്യമില്ലാതെ സത്യസന്ധമായിട്ട് ഞങ്ങൾ ഈ സുവിശേഷം ആളുകളെ അറിയിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ സുവിശേഷം ഈ നിലയിൽ നമ്മൾ
അവതരിപ്പിക്കുന്നുവെങ്കിൽ, അങ്ങനെ നമ്മൾ പറയുന്നുവെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം ഞങ്ങൾ സുവിശേഷത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. ദൈവം മനുഷ്യരെ രക്ഷിക്കുന്ന സുവിശേഷം ഇന്നും മനുഷ്യരെ രക്ഷിക്കുവാൻ പര്യാപ്തമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സുവിശേഷത്തിൽ ധൈര്യപ്പെടുവാനാണ് ദൈവത്തിന്റെ ജനത്തോട് ദൈവം ആവശ്യപ്പെടുന്നത്. പുതിയ ഗിമിക്സും പുതിയതായിരിക്കുന്ന പരിപാടികളുമല്ല ദൈവജനത്തിന് രക്ഷയ്ക്കായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ സുവിശേഷമാണ്. ഞങ്ങൾ ഇത് സകല മനുഷ്യർക്കും ബോധ്യമാകുമാറ് ഈ വചനം ഞങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആർക്കെങ്കിലും സുവിശേഷം മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണം വ്യക്തമാണ്, ഞങ്ങളുടെ ഉദ്ദേശ്യം ശുദ്ധമാണ്, ഞങ്ങളുടെ മനസാക്ഷിക്ക് ഞങ്ങൾ ദൈവത്തിന് മുൻപാകെ നല്ല മനസാക്ഷിയോടുകൂടെയാണ് ഇത് അറിയിക്കുന്നത് എന്ന് പൗലോസ് പറയും. പിന്നെ അടുത്ത ചോദ്യം പറഞ്ഞതാ, എന്നിട്ട് ആളുകൾ കേട്ടിട്ട് വിശ്വസിക്കുന്നില്ലല്ലോ, ആളുകൾ രക്ഷിക്കപ്പെടുന്നില്ലല്ലോ, ആളുകൾ കൂടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പൗലോസിന് അതിന് മറുപടി പറയാനായിട്ടുണ്ട്. പൗലോസ് മൂന്നാമത് പറയുന്നതായിരിക്കുന്ന കാര്യം, ഒന്നാമത് പറഞ്ഞത് സുവിശേഷം വിശ്വസിക്കുന്ന ഒരുത്തന് നിരാശപ്പെട്ടു പോകുവാൻ കഴിയുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് താൻ ആദ്യമേ പറഞ്ഞത്. രണ്ടാമത് താൻ പറഞ്ഞത് സുവിശേഷം ഇത്രത്തോളം വിലയേറിയ കാര്യമായതുകൊണ്ട് സുവിശേഷത്തിന്റെ നിർമ്മലതയിലും സുവിശേഷ ഘോഷണത്തിന്റെ നിർമ്മലതയിലും ഞങ്ങൾ ഒരുപോലെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് താൻ രണ്ടാമത് പറയുന്നത്. മൂന്നാമത് പറഞ്ഞു സുവിശേഷം ആളുകൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സുവിശേഷം ചില ആളുകൾക്ക് ഇത്രമാത്രം തെളിവായി പറഞ്ഞിട്ടും പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്താണ്? പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും പറഞ്ഞിരിക്കുന്നു. സുവിശേഷം പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന് നശിക്കാനായിട്ട് തീരുമാനിച്ചതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. സുവിശേഷം മറഞ്ഞിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം വിശ്വസിക്കുവാൻ മനസ്സില്ലാതെ നശിച്ചു പോകുവാൻ, അല്ലെങ്കിൽ നാടൻ ഭാഷ പറയാൻ മുടിയാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. കർത്താവ് പറയുന്നതായിരിക്കുന്ന സന്ദേശം സ്വീകരിക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. നശിച്ചു പോകുവാൻ തീരുമാനിച്ചത് കൊണ്ടാണ് മനുഷ്യർ സുവിശേഷം വിശ്വസിക്കാത്തത് എന്നാണ് അപ്പോസ്തലനായ പൗലോസിന് പറയാനായിട്ടുള്ളത്. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. സുവിശേഷം തിരസ്കരിച്ചതിന് ശേഷം സുവിശേഷം മറച്ച് അതിനോട് കണ്ണടച്ച് അതിനെ അവഗണിച്ച് രക്ഷപ്പെടുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം പൗലോസ് അടിവരയിട്ട് നമ്മളോട് പറയും. സുവിശേഷത്തെ അവഗണിച്ചിട്ട് ആരും രക്ഷപ്പെടുകയില്ല കേട്ടോ, ആരും രക്ഷപ്പെടുകയില്ല. സുവിശേഷം ആരെങ്കിലും തിരസ്കരിച്ചാൽ, സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരുന്നാൽ അവർ മുടിയാൻ തീരുമാനിച്ചത് കൊണ്ട് മറഞ്ഞിരുന്നതാണ്. മനുഷ്യനെന്താ രക്ഷിക്കപ്പെടാത്തത്? രക്ഷിക്കപ്പെടാൻ മനസ്സില്ലെന്നേ, അതുകൊണ്ടാ. കർത്താവായ യേശു ക്രിസ്തു, ഞാൻ സുവിശേഷം പറഞ്ഞ ചില ആളുകൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. ഈ നിലയിലാണ് മനുഷ്യൻ രക്ഷപ്പെടുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന്. പിന്നെ അവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത്? അവർ മുടിയാൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകളാണ്, നശിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകളാണ്. ചില ആളുകൾ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ ദൈവം എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുകയില്ലെന്ന്. ദൈവം ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്തെങ്കിലേ അയാൾ രക്ഷപ്പെടുകയുള്ളത്. അത് രക്ഷപ്പെടുവോ? രക്ഷപ്പെടുകയില്ല. ആർക്കെങ്കിലും സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ സുവിശേഷം വ്യക്തമായ രീതിയിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഇയാൾ വിശ്വസിക്കൂല. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ലതുകൊണ്ടാണ്. അവൻ മുടിയാൻ തീരുമാനിച്ചിരിക്കുക, അതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇത് മാനുഷികമായ രീതിയിലുള്ള പങ്കാണ് പറഞ്ഞത്. മനുഷ്യർ സുവിശേഷം വിശ്വസിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം സുവിശേഷം വിശ്വസിക്കാൻ മനസ്സില്ല എന്നുള്ളത് കൊണ്ടാണ്. അവർ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. അവർ മുടിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവർ രക്ഷിക്കപ്പെടാത്തത്. രണ്ടാമത്തെ കാരണം കൂടെ അദ്ദേഹം പറഞ്ഞു കേട്ടോ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ മുടിയാൻ തീരുമാനിച്ച ആളുകൾ പൈശാചികമായിരിക്കുന്ന ഈ അന്ധകാരത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി എന്നുള്ളതാണ് ഈ അന്ധകാരത്തിന് രണ്ടാമത്തെ കാരണമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ വ്യക്തത, സുവിശേഷത്തിന്റെ പ്രകാശനം
തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം മനുഷ്യരുടെ ഹൃദയത്തിൽ പ്രകാശിക്കരുത് എന്നുള്ള ഒരു തീരുമാനമാണ് പിശാചിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ ദൈവം പിശാച് തീരുമാനിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സുവിശേഷം മനുഷ്യർ സ്വീകരിക്കരുത്, അതിന്റെ വെളിച്ചം കാണുവാനുള്ള കണ്ണു തുറക്കരുത് എന്നുള്ളതാണ് പിശാചിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ആ തീരുമാനത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്താനായിട്ട് മനുഷ്യർക്ക് സാധിക്കും കേട്ടോ. അവര് തങ്ങളെ തന്നെ ഈ അന്ധകാരത്തിന്, പിശാചിന്റെ അധീനതയിലേക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അവരുടെ ഹൃദയത്തെ കുരുടാക്കി സത്യം കാണാതെ വണ്ണം അന്ധകാരത്തിലേക്ക് വീഴാനായിട്ട് മനുഷ്യർക്ക് സാധിക്കും. സ്വയമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം മനുഷ്യർക്ക് സുവിശേഷം നിഷേധിക്കുന്നതിലുണ്ട്. രണ്ടാമത് പൈശാചികമായിട്ടുള്ള അന്ധകാരം എന്ന് പറയുന്ന കാര്യം സുവിശേഷത്തിന്റെ തിരസ്കരണത്തിന് വേറെ ഒരു കാരണമാണ്. പിന്നെ ഒരു കാര്യം പറയാം, നമ്മള് ഹൃദയത്തെ കഠിനമാക്കാനായിട്ട് തീരുമാനിച്ചാൽ പിശാച് നമ്മളെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അതിനെ അന്ധകാരപൂർണ്ണമാക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പിശാച് അവസരങ്ങൾ നോക്കി പാർക്കുന്നയാളാണ്. ഹൃദയത്തെ കഠിനപ്പെടുത്തി സുവിശേഷത്തെ വിശ്വസിക്കുവാൻ മനസ്സില്ലാത്ത മനുഷ്യരുടെ ഹൃദയത്തെ കൂടുതൽ അന്ധകാരപൂർണ്ണമാക്കുവാനായിട്ട് പിശാച് നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയും, ഈ അന്ധതയില്ല എങ്കിൽ സുവിശേഷത്തിന്റെ മാധുര്യം, അതിന്റെ മനോഹരത കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളെ സൗജന്യമായിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അതൊരു നല്ല പരിപാടിയാണ് എന്ന അഭിപ്രായം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്നും മുടക്കണ്ട, സൗജന്യമായിട്ട് നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് കർത്താവ് നമ്മളോട് പറയുകയാണെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവ് ഒരു നല്ല ഐഡിയ ആണല്ലോ, സൗജന്യമായിട്ട് ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെങ്കിൽ അതൊരു നല്ല പരിപാടിയാണല്ലോ എന്ന് മനുഷ്യനെന്താ പറയാത്തേ? അതെന്താ മനുഷ്യൻ പറയാത്തത്? കർത്താവ് പറയാണ്, എന്റെ പേരിൽ, എന്റെ ചെലവിൽ ഞാൻ ചൊരിഞ്ഞതായിരിക്കുന്ന പാപപരിഹാരത്തിന് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്തിന്റെ വിലയിൽ അടിസ്ഥാനപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളെ സൗജന്യമായിട്ട് ദൈവമക്കളാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്താ വിശ്വസിക്കാതെ? നല്ല ഐഡിയ ആണോ? എന്നാ മനുഷ്യർക്ക് എക്സൈറ്റ്മെന്റ് വരാതെ? വിശ്വാസികൾക്ക് പോലും അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല അല്ലേ? നിങ്ങളുടെ പാപങ്ങളെ ഞാൻ ഇനി നിങ്ങളോട് ഓർക്കയില്ല. നിങ്ങളുടെ ഹൃദയം രൂപപ്പെടുത്തി ഞാൻ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് തരും. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നിങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ എഴുതും. ദൈവമക്കളാക്കി നിങ്ങളെ രൂപപ്പെടുത്തും. സ്വർഗത്തിന്റെ സകല അനുഗ്രഹങ്ങളും ദാനമായിട്ട് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് എന്താ മനുഷ്യർക്ക് ആവേശം വരാത്തതിന്റെ കാരണം എന്താ? ഞാൻ പറയാം, അവരുടെ ഹൃദയം അന്ധകാരപൂർണമായി കണ്ണുകൾ അടഞ്ഞു പോയത് കൊണ്ടാണ്. അതിനെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞ പ്രസ്താവന ഞാൻ ഏറ്റു പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മൈക്കൽ ആഞ്ചലോയുടെ ഒരു ചിത്രം, അദ്ദേഹം വരച്ച ചിത്രം, അദ്ദേഹത്തിന്റെ ചിത്രമല്ല, അദ്ദേഹം വരച്ചതായിരിക്കുന്ന ഒരു ചിത്രം നിങ്ങളെ കാണിക്കണം. കാണിക്കുന്ന ഉടനെ രമേശ് സഹോദരൻ പറയുക, എന്തുവാ ഒരു ചിത്രം? രമേശ് സഹോദരൻ പറയുന്നില്ല കേട്ടോ, അദ്ദേഹം മൈക്കലാഞ്ചലോയുടെ ചിത്രം കൊണ്ടാൽ നടുങ്ങും, ഇങ്ങനെ തരിച്ചൊക്കെ നിൽക്കുക, അതൊക്കെ പറയാൻ. എന്നാണ് അങ്ങനെ പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയുന്നത് കേട്ടോ, എന്തുവാ ഒരു ചിത്രം? അങ്ങനെ നിങ്ങൾ പറഞ്ഞാല് മൈക്കലാഞ്ചലോയുടെ ചിത്രത്തിന്റെ ഉള്ളൊരു വിശദീകരണമല്ലത് കേട്ടോ, നിങ്ങളെക്കുറിച്ചുള്ളൊരു വിശദീകരണം. You don't judge the picture, but the picture judges you. നിങ്ങള് ഒരു ചിത്രം കണ്ടാൽ അതിനെ വിലയിരുത്താൻ കഴിവില്ലാത്തൊരു മനുഷ്യനാണ് എന്നുള്ളതിന് തെളിവാണ്. താജ്മഹൽ കാണാൻ പോയിട്ട് അത് കണ്ടേച്ചു, എന്തുവാ 4 തൂണ് പൊങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താജ്മഹലിന് ബഹുമാനം എല്ലാം പോകട്ടോ. അത് വന്നതിന് ശേഷം പറയുകയാണോ, അയ്യോ അനിൽ സഹോദരൻ പറഞ്ഞല്ലോ അത് വലിയ ഗുണമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയാം, അനിൽ സഹോദരന്റെ പേര് താജ്മഹൽ കുഴപ്പമൊന്നും വരികയില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ. ഓ ദ ഗ്ലോറിയസ് ഗോസ്പൽ. സുവിശേഷത്തിന്റെ പ്രകാശം കാണുവാൻ കഴിയാത്ത മനുഷ്യര്, അവരെ കുറിച്ച് എന്താണ് പറയാൻ സാധിക്കുന്നത്? ഹൃദയം അന്ധമായി പോയതുകൊണ്ടും കണ്ണുകൾ കാണുവാൻ കഴിയാത്തത് കൊണ്ടും സംഭവിച്ചു പോയതായിരിക്കുന്ന ഒരു വലിയ അപരാധമാണ്, വലിയ പരാജയമാണത്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.
what a marvelous gospel. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു. അതാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത്. അതാ നമ്മുടെ ദേവദാസ സഹോദരൻ പറയുന്നത് പോലെ ക്രൂശില്ലാത്ത ക്രിസ്തു, ക്രിസ്തുവില്ലാത്ത ക്രൂശ്, ഇതാണ് ലോകത്തിന് ആവശ്യമായിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഇല്ലാത്തതായിരിക്കുന്ന ക്രൂശ്, പിന്നെ യേശു ക്രിസ്തു ഇല്ലാത്തതായിരിക്കുന്ന ക്രൂശ്, അതുപോലെ ക്രൂശ് ഇല്ലാത്തതായിരിക്കുന്ന ക്രിസ്തു. സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ ലക്ഷ്യമെന്ന് പറയുന്നതാണ്. പിശാചിന്റെ ഹൃദയത്തെ അന്ധമാക്കി എന്നുള്ളതിന് തെളിവതാണ്. സുവിശേഷത്തിന്റെ തേജസ് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇങ്ങനെ കുരുടാക്കി എന്നുള്ളതിന് 2 തെളിവുകളാണ് 5-6 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സുവിശേഷം കാണാതിരിക്കത്തക്കവണ്ണം മനുഷ്യരുടെ ഹൃദയം കുരുടായിപ്പോയി, അവരുടെ ഹൃദയത്തെ പിശാച് അന്ധമാക്കി. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കയില്ല, ഈ സുവിശേഷം ആരും തിരസ്കരിക്കയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സുവിശേഷം ശരിയായ രീതിയിൽ കണ്ടാൽ അതിനാൽ ആകർഷിക്കപ്പെടാതിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഈ കണ്ണടഞ്ഞു പോയത് കൊണ്ടും ഇത് കാണാൻ കഴിയാതെ പോയത് കൊണ്ടും ഹൃദയം കഠിനമാക്കിയത് കൊണ്ടും പിശാച് ഹൃദയത്തെ കുരുടാക്കിയത് കൊണ്ടുമാണ് സുവിശേഷത്തിന്റെ വെളിച്ചം മനുഷ്യർ കാണാതിരിക്കുന്നത്. The problem is not with the gospel. It is the one who is looking at the gospel. സുവിശേഷം നോക്കുന്നയാളിന്റെ പ്രശ്നമാണ്. അദ്ദേഹത്തിന് വന്നതായിരിക്കുന്ന അന്ധതയാണ്, അദ്ദേഹത്തിന് വന്നതായിരിക്കുന്ന മന്ദതയാണ്, ഹൃദയത്തിന്റെ കാഠിന്യമാണ് സുവിശേഷത്തിന്റെ സൗന്ദര്യം, അതിന്റെ തേജസ് എടുത്തു കളഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്നുള്ളതിന്റെ തെളിവ്, 2 തെളിവുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ അന്ധകാരം, പിശാച് ഹൃദയം കുരുടാക്കിയത് കൊണ്ടാണ് മനുഷ്യർക്ക് ഈ സുവിശേഷത്തിന്റെ വെളിച്ചം കാണുവാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതിന്റെ 2 തെളിവ്. ഒന്നാമത്തെ തെളിവ് 5-ാമത്തെ വാക്യത്തിലാണ്. മലയാളത്തില് 4 എന്നുള്ള വാക്കില്ല കേട്ടോ, ഇംഗ്ലീഷിലെ ഉണ്ടോ? 5-ാമത്തെ വാക്യത്തിലുണ്ട് 4, പിന്നെ 6-ാമത്തെ വാക്യത്തിലുണ്ട് 4. അപ്പൊ ഇത് 2 തെളിവാണ്. ഒന്നാമത്തെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളെ ദാസന്മാരും എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതും അതിന് മുൻപുള്ള വാക്യവുമായിട്ട് എങ്ങനെയാ ഒരുമിച്ച് പോകുന്നത്? ഞാൻ കുറച്ച് അതിനു വേണ്ടി യുദ്ധം ചെയ്തു കേട്ടോ. 4 എന്ന് പറഞ്ഞാണ് ഈ വാക്യം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കാനുള്ള കാരണം പിശാച് ഹൃദയത്തെ അന്ധമാക്കിയതാണ് എന്നാണ് പൗലോസിന്റെ പ്രസ്താവന. അതിനുള്ള തെളിവായിട്ടാണ് താൻ പറയുന്നത്, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ധ്യാനിച്ച് പരവശനായപ്പോൾ ഞാൻ വന്നെത്തിയതായിരിക്കുന്ന തീരുമാനമാണ് നിങ്ങളോട് പറയുന്നത്. ആ തീരുമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നതിൽ എനിക്ക് വിരോധമില്ല. ചോദ്യം ചെയ്താൽ എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയണം കേട്ടോ. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ തെളിവെന്ന് പറയുന്നത്, ഞങ്ങൾ യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് പ്രസംഗിക്കുന്ന ആളുകളാണ്. യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് പ്രസംഗിക്കുമ്പോൾ അതിനെ തിരസ്കരിക്കാൻ അന്ധതയുള്ള ഒരു മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. വി ആർ നോട്ട് പ്രീച്ചിങ് അബൌട്ട് us. ഞങ്ങളെയും ഞങ്ങളുടെ സാഹചര്യങ്ങളെയും ഒക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ ഞങ്ങളിലൊക്കെ അനാകർഷണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളത് ശരിയാണ്. നമ്മളെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ പരിപാടിയെക്കുറിച്ചും പ്രസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞാൽ അതിൽ പരിമിതികളുണ്ട്, അതിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ അതിലെന്ത് പ്രശ്നമാണുള്ളത്? കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനുള്ളതായിരിക്കുന്ന പരാതി എന്താണ്? അപ്പോസ്തലനായ പൗലോസിന് ചോദിക്കുവാനുള്ള ചോദ്യം അതാണ്. വാട്ട് ഈസ് യുവർ ആൻസർ ടു ദ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ സൗന്ദര്യം കണ്ടതിന് ശേഷം യേശുക്രിസ്തുവിന് നേരെ പറയുവാനുള്ളതായിരിക്കുന്ന പരാതി എന്താണ്? ഇത് അന്ധതയല്ലാതെ മറ്റൊന്നുമല്ല. പൈശാചികനായ ഹൃദയത്തിന്റെ കണ്ണുകളെ കുരുടാക്കിയത് കൊണ്ട് കർത്താവിന്റെ തേജസ് കാണുവാൻ, അവന്റെ മഹത്വം കാണുവാൻ, അവന്റെ ദുസ്തുല്യത മനസ്സിലാക്കുവാൻ മനുഷ്യർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം.
ഇത് അന്ധതയല്ലാതെ മറ്റൊന്നുമല്ല. ഹൗ ഡെയർ പീപ്പിൾ ക്യാൻ റിജക്ട് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുവാൻ എങ്ങനെ മനുഷ്യർക്ക് സാധിക്കും? എന്ത് ന്യായീകരണമാണ് അതിനുവേണ്ടി മനുഷ്യർക്ക് പറയാനുള്ളത്? വല്ല ന്യായീകരണം പറയാനുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിനെ തിരസ്കരിക്കാനായിട്ട് ഒരു കാരണവുമില്ല. പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ഞങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇന്നത്തെ പ്രസംഗം ബാബു ജോർജ് സഹോദരനെ കുറിച്ചാണെങ്കിൽ ബാബു ജോർജ് സഹോദരന്റെ സ്വഭാവത്തിലുള്ളതായിരിക്കുന്ന ദൂഷ്യങ്ങളെ കുറിച്ചൊക്കെ എന്നെ വീഡിയോയിൽ പ്രസംഗകന്മാരെ ഇന്ന് യേശുക്രിസ്തുവിനേക്കാളും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാക്കുന്ന ക്രമീകരണമാവും ലോകത്തിലുള്ളത് കേട്ടോ. എല്ലാവരും പ്രസംഗിക്കുന്നത് കർത്താവ് എത്ര വലിയവനെന്നല്ല, ഞാൻ എത്ര വലിയ ആളാണെന്നാണ് പ്രസംഗിക്കുന്നത്. ആ പ്രസംഗമാണ് എങ്കിൽ അന്ധതയൊന്നും ഇല്ലാതെ തന്നെ ഇത് ശരിയല്ല എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കും. ആൾ ശരിയല്ല എന്നുള്ള കാര്യം പറയാൻ സാധിക്കും. പൗലോസ് പറഞ്ഞു, വി നെവർ പ്രീച്ച് അവർസെൽസ്. ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഈ സന്ദേശം ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ ദാസന്മാർ എന്നല്ലാതെ അതിൽ കവിഞ്ഞൊന്നും ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കർത്താവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു കർത്താവാണ്, അവൻ രക്ഷകനാണ്. അവന്റെ മരണ പുനരുത്ഥാനങ്ങളാൽ നമ്മുടെ പാപങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തിയിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം അത് സ്വീകരിക്കാതിരിക്കുന്നത് അന്ധത കൊണ്ടാണ്, അല്ലാതെ ഇത് ഈ സന്ദേശത്തിൻ്റെ പ്രശ്നമോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രശ്നമോ അല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. രണ്ടാമത് താൻ പറയുന്നത്, രണ്ടാമത് പറയുന്ന അതിൻ്റെ തെളിവ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നത്. അവിടെ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് അപ്പസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്ന് താൻ പറയുന്നതായിരിക്കുന്ന പ്രസ്താവനയാണ് എന്ന് നമുക്കറിയാം. അന്ധകാരപൂർണമായ ഹൃദയം അന്ധമായി തീർന്ന ഒരു നിലയിൽ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിപാടികൾക്കും എതിരായിട്ട് നിൽക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ തീവ്രതയോടുകൂടെ ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് അടുക്കുമ്പോൾ ദൈവത്തിന്റെ വെളിച്ചം തൻ്റെ ചുറ്റും പ്രകാശിച്ചു. നട്ടുച്ചയ്ക്ക് സൂര്യന്റെ വെളിച്ചത്തെ കവിയുന്ന ഒരു വെളിച്ചം എൻ്റെ ചുറ്റും പ്രകാശിച്ചു. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നൊരു ശബ്ദം ഞാൻ കേട്ടു എന്നാണ് അപ്പസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ വെളിച്ചത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ദൈവം അരുളി ചെയ്തിട്ട് വരുന്നതായിരിക്കുന്ന വെളിച്ചമാണ്. ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് അരുളി ചെയ്ത ഉൽപ്പത്തി പുസ്തകത്തിന് 1-ാമത്തെ അധ്യായവും അപ്പസ്തലനായ പൗലോസിന്റെ ചിന്തയിലുണ്ട് കേട്ടോ, ഉണ്ട് അല്ലേ? അവിടെ എങ്ങനെയാ വെളിച്ചമുണ്ടായത്? വെളിച്ചത്തിന് മുമ്പേ എന്തായിരുന്നു അനുഭവം? നിങ്ങൾ ഈ വെളിച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ധകാരത്തെക്കുറിച്ച് ലൈറ്റ് പോകുന്ന കാര്യമൊക്കെ നമ്മുടെ റോയ് പോൾ സഹോദരൻ പറഞ്ഞു. ലൈറ്റ് പോയാലും ലൈറ്റ് പോയിട്ടില്ല കേട്ടോ. ലൈറ്റ് പോയാലും ലൈറ്റ് പോയിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? അവിടെ ഇവിടെയൊക്കെ എങ്ങാണ്ടൊക്കെ വെളിച്ചങ്ങളുണ്ട്. അതാണ് അതിൻ്റെ കാരണം. അവിടെ ഇവിടെയൊക്കെ ഉള്ളതായിരിക്കുന്ന വെളിച്ചങ്ങളുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള അന്ധകാരം ഇല്ല കേട്ടോ. നക്ഷത്രങ്ങളുടെ വെളിച്ചം, ചന്ദ്രൻ്റെ വെളിച്ചം, പിന്നെ അപ്പുറത്തെ വീതിയിൽ തെളിയുന്നതായിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചതൊക്കെ ഉണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞുകൊണ്ട് അന്ധകാരം അറിയില്ല. അന്ധകാരം നിങ്ങൾക്കറിയില്ല കേട്ടോ. വെളിച്ചമെല്ലാം ഇല്ലാതെയായി പോകുന്നതായിരിക്കുന്ന അന്ധകാരം. ചില പറയല്ലേ കണ്ണിക്കുത്തി അറിയത്തില്ലെന്ന് പറയല്ലേ. ചില ഗുഹകളിലൊക്കെ അങ്ങോട്ട് അകത്തോട്ട് പ്രവേശിച്ച് ഒരിടത്തു നിന്നും വെളിച്ചം പ്രവേശിക്കാത്തതായിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ ഈ ഖനികളിലൊക്കെ പോകുന്ന കാര്യം. When lights are gone, it is absolute darkness and that is scary darkness. അത് ഭയാനകമായിരിക്കുന്ന അന്ധകാരമാണ്. ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നതിന് ഒരു വെളിച്ചം ഉണ്ടായിരുന്നില്ല കേട്ടോ. It was totally and completely dark. There was absolutely no light. And then God said, let there be light.
ആ അന്ധകാരത്തിലേക്ക് വെളിച്ചം പ്രകാശിച്ചതിന്റെ അത്ഭുതം നിങ്ങൾ നോക്കി, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഇൻ ദ തിക്ക് ഡാർക്ക്നെസ് ദ ലൈറ്റ് ഷോൺ. അതിൻ്റെ മനോഹരത, അതിൻ്റെ അപാരത, അതിൻ്റെ ഭംഗി, അതിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് എത്രയോ ഭയങ്കരമായ അത്ഭുതമാണ്. പൗലോസ് തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയും, ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച സ്വർഗത്തിലെ ദൈവം ഹൃദയങ്ങളിലേക്ക് പ്രകാശിച്ച ആ വെളിച്ചത്തിൻ്റെ അനുഭവമാണ് സുവിശേഷത്തിൻ്റെ സ്വീകരണം എന്ന് പറയുന്നത്. ആ അനുഭവമാണ് അപ്പസ്തലനായ പൗലോസിന് തന്നെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ദ ലൈറ്റ് ഹാസ് ഷോൺ ഇൻ അവർ ഹാർട്ട്സ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചതായിരിക്കുന്ന സുവിശേഷം എങ്ങനെയാണ് മുകളിലുള്ള വാക്യവുമായിട്ട് ഈ പ്രസ്താവന ബന്ധപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ലോകത്തുള്ളതായിരിക്കുന്ന മനുഷ്യരെ സുവിശേഷം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ ഹൃദയം അന്ധകാരപൂർണ്ണമായി പോയതുകൊണ്ടാണ്. പിശാച് അവരുടെ ഹൃദയത്തെ അന്ധതയിലാക്കിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ സൗന്ദര്യം അവർ കാണാതിരിക്കുകയില്ലായിരുന്നു എന്നാണ് ആദ്യമേ പൗലോസ് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത്, യേശുക്രിസ്തുവിനെ സത്യസന്ധമായിട്ട് വീക്ഷിച്ചാൽ യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുവാൻ പൈശാചികമായ അന്ധകാരം കൂടാതെ ആർക്കും കഴിയുകയില്ല എന്നുള്ള കാരണമാണ് തന്നെ ഒന്നാമത് പറയുന്നത്. യേശുക്രിസ്തുവിനെ വീക്ഷിക്കുന്ന ഒരു മനുഷ്യന് യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുവാൻ പൈശാചികമായിരിക്കുന്ന ഈ അന്ധകാരം കൂടാതെ കഴിയുകയില്ല. Only a person darkened by Satan can reject Jesus Christ and his glory. യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ നിഷേധിക്കുവാൻ അങ്ങനെയുള്ള അന്ധകാരത്തിനല്ലാതെ വേറെ ഒരു ക്രമീകരണത്തിലും സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് പൗലോസ് പറയുന്നത്. രണ്ടാമത്തെ തെളിവായിട്ട് പറയുന്നത്, സുവിശേഷത്തിൻ്റെ പ്രകാശനം മനുഷ്യർക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന രീതിയിൽ അപ്പസ്തലനായ പൗലോസിലും പ്രഘോഷകന്മാരുടെയും ജീവിതത്തിലും കൂടെ വെളിപ്പെട്ട് വന്നപ്പോൾ അതിനെ തിരസ്കരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ പൈശാചികമായിരിക്കുന്ന അന്ധകാരമാണ്. He said, our message cannot be rejected because it is അന്ധകാരത്തിൽ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമായി രൂപപ്പെട്ടതുപോലെ വ്യക്തതയോടുകൂടെയാണ് സുവിശേഷത്തിന്റെ പ്രഘോഷണം ഞങ്ങളുടെ കേൾവിക്കാരുടെ മുൻപിൽ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ അവതരിപ്പിച്ചത് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് താൻ പറയുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളതായിരിക്കുന്ന ഈ സുവിശേഷത്തിന്റെ വെളിച്ചം പ്രകാശിക്കുവാനായിട്ട് ദൈവം പ്രസാദിച്ചു. അങ്ങനെ വ്യക്തമായി സുവിശേഷം അറിയിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തി. ആ അവസ്ഥയിൽ ഈ സുവിശേഷത്തെ തിരസ്കരിക്കുക എന്ന് പറയുന്നത് പൈശാചികമായിരിക്കുന്ന ഈ അന്ധകാരം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. സുവിശേഷത്തിൻ്റെ സൗന്ദര്യം നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ, സുവിശേഷം വിശ്വസിച്ചവരാകട്ടോ നിങ്ങൾ, ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്നാൽ പൈശാചികമായ അന്ധകാരം നമുക്ക് സാധ്യത കേട്ടോ ഈ പറഞ്ഞ നിലയിലല്ല. സുവിശേഷത്തിൻ്റെ തേജസ്, അതിൻ്റെ മൂല്യം, അതിൻ്റെ നിസ്തുല്യത, അതിൻ്റെ അത്ഭുതം, ഇത് കാണുന്നതിൽ എന്തെങ്കിലും അപാകത നിങ്ങൾക്ക് വന്നെങ്കിൽ അത് പൈശാചികമായിട്ടുള്ള അന്ധകാരമാണ് എന്ന് ഞാൻ നിങ്ങളെ മുന്നറിയിപ്പ് തരികയാണ്. സുവിശേഷത്തിൻ്റെ വെളിച്ചം, അതിൻ്റെ തെളിവ്, അതിൻ്റെ ആകർഷണം, അതിൻ്റെ വ്യാപ്തി, ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഹൃദയത്തിൽ ഉണ്ടാവുകയും അതിന് അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്താൽ ഇറ്റ് ഈസ് എ സൈറ്റാനിക് ഡാർക്ക്നെസ്. ദൈവത്തിൻ്റെ വെളിച്ചം വെളിപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്താണ്, അത് മോശയുടെ മുഖത്തല്ല. ഇറ്റ് ഈസ് ഓൺ ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ്. The glory of God is revealed on the face of Christ, and that cannot be rejected by a person who has his eyes open. കണ്ണുകൾ തുറക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മനുഷ്യന് ഈ സത്യത്തെ നിഷേധിക്കുവാൻ കഴിയുകയില്ല. ഇതിനെ നിഷേധിക്കുന്നുവെങ്കിൽ കണ്ണുകൾ അടഞ്ഞു പോയതാണ് കാരണം. പൈശാചികമായ അന്ധകാരമാണ്, നശിക്കുവാൻ തീരുമാനിച്ചതാണ്, ദൈവത്തോട് മത്സരിക്കുവാൻ തീരുമാനിച്ചതാണ് അതിന് കാരണം എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ഞങ്ങൾക്ക് അധൈര്യപ്പെടുവാനായിട്ട് കഴിയുകയില്ല. കാരണം we believe the gospel and we proclaim the gospel. ഞങ്ങൾ സുവിശേഷം വിശ്വസിക്കുന്നവരും സുവിശേഷം പ്രഘോഷിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെടുകയില്ല എന്നാണ് പൗലോസിന് പറയാനുള്ളത്. നമുക്കത് പറയാൻ പറ്റുമോ? ഞങ്ങൾ നിരാശപ്പെടുകയില്ല. ആളുകൾ കേട്ടാലും സ്വീകരിച്ചാലും
അവർ വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുകയില്ല. കാരണം ഞങ്ങൾ സുവിശേഷം വിശ്വസിക്കുന്നവരും സുവിശേഷം പ്രഘോഷിക്കുന്നവരുമാണ്. ദാറ്റ് ഈസ് അവർ കോൺഫിഡൻസ്. ഞങ്ങളുടെ ധൈര്യം എന്ന് പറയുന്നത് സുവിശേഷത്തിലും ആ സുവിശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തും, അവരെ രക്ഷിക്കും, നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കും, സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കും എന്നുള്ളതായിരിക്കും ദൈവ വാഗ്ദാനവും അതിൻ്റെ ഉറപ്പുമാണ് ഞങ്ങളുടെ ധൈര്യമായിരിക്കുന്നത്. സോ വി വിൽ നെവർ ബി അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. അതുകൊണ്ട് സുവിശേഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ ലജ്ജിക്കുകയില്ല, സുവിശേഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ നിരാശപ്പെടുകയില്ല, സുവിശേഷത്തിൻ്റെ പ്രഘോഷണം നിർത്തുകയുമില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പറയാം. ഓ ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അത് വിശ്വസിക്കുവാനും പ്രഘോഷിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും ദൈവം നമുക്ക് തന്ന മഹാഭാഗ്യത്തിനായിട്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, അന്ധകാരപൂർണ്ണമായ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ വെളിച്ചമായിട്ട് അവിടുത്തെ സുവിശേഷത്തെ അവിടെ നയിച്ചതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതിയും പരിപാടിയും എന്ന് പറയുന്നത് ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിലയും സുവിശേഷത്തോട് ഒന്നും കൂട്ടുചേർക്കുകയോ അതിൻ്റെ വിശ്വസ്തതയെ മറയ്ക്കുകയോ ചെയ്യുന്ന യാതൊരു വിധമായിരിക്കുന്ന ക്രമീകരണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകാതെ സുവിശേഷത്തിന് സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടെ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറുന്ന നാമത്തിൽ.